ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ +1 മാത്തമാറ്റിക്സിൻ്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വലിയ കട്ടി 2 ചാപ്റ്ററായ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സും ട്രിഗണോമെട്രിയിലെയും മെയിൻ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയത്തേ ഉള്ളൂ, ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യുക, പിന്നെ കുറേ ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെ പ്രത്യേകത, 2 ചാപ്റ്ററുടെ 15 മാർക്കോളം വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര വെയിറ്റേജ് ആയി കിടക്കുന്ന 2 ചാപ്റ്ററുകളാണ്. യെസ്, അതിനകത്ത് ആദ്യം നമ്മൾ ലിമിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ലിമിറ്റ് എന്ന് പറയുന്ന സാധനം, ഈ ലിമിറ്റ്സിനകത്ത് നമ്മൾ ആദ്യം പോളിനോമിയൽ ഫംഗ്ഷനും ഉണ്ട്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, ലോഗ് ഫംഗ്ഷൻ ഉണ്ട്, ഒരുപാടുണ്ട് ലിമിറ്റ്. അപ്പം ലിമിറ്റിനകത്ത് ആദ്യത്തെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള കുറേ പ്രോബ്ലംസ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ √x + √a ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ എന്ന് പറയുകയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് എ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ √a + √a ഡിവൈഡഡ് ബൈ എ പ്ലസ് എ ഇസ് ഈക്വൽ ടു 2√a ഡിവൈഡഡ് ബൈ 2a, 2 വെട്ടിപ്പോയി, √a ഡിവൈഡഡ് ബൈ എ. വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, എ √a ഇൻറ്റു √a എന്ന് എഴുതാം. തമ്മിൽ കട്ടായിപ്പോയി 1/√a ലാസ്റ്റ് ആൻസർ. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ലിമിറ്റ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ആൻസർ വരും. കണ്ട, ഇത് അപ്ലൈ ചെയ്ത ആൻസർ വന്ന്. ചില പ്രോബ്ലമാണ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാത്തത്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഒരു -2 1/x + 1/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. നിങ്ങൾ ഡിനോമിനേറ്ററിൽ മാത്രം ഒന്ന് കൊടുത്ത് നോക്കി, എല്ലായിടും കൊടുക്കണ്ട. ഡിനോമിനേറ്റർ കൊടുക്കുമ്പോൾ -2 + 2 ആൻസർ 0, നോട്ട് ഡിഫൈൻഡ്. അപ്പം നമുക്കിത് നോട്ട് ഡിഫൈൻഡ് വരുമ്പോൾ ഇത് നമ്മൾ മുകളിലോട്ടൊന്ന് നോക്കിയേ, ഫ്രാക്ഷൻ സെൻട്രി പ്ലസ് ക്രോസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 2 + x ഡിവൈഡഡ് ബൈ 2x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിയേ, ഈ എക്സ് പ്ലസ് 2 ഈ 2 + x തമ്മിൽ കട്ടായി പോവും. ബാക്കി വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/2x എന്ന് വരും. എക്സിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുത്തു, ആൻസർ -1/4. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ലിമിറ്റിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഒരു -2 x² + 5x + 6 ഡിവൈഡഡ് ബൈ x² + 3x + 2 ആണെന്നിരിക്കട്ടെ. എക്സിൻ്റെ സ്ഥാനത്ത് -2 ഇട്ട് കൊടുക്കണം. -2 ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നത് 0/0 നോട്ട് ഡിഫൈൻഡ് ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്യണം കേട്ടോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോട്ട് ഡിഫൈൻഡ് കിട്ടി. ഈ നോട്ട് ഡിഫൈൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഫാക്ടറൈസേഷൻ ചെയ്ത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പ്രോഡക്റ്റ് സമ്മും വെച്ചുകൊണ്ട് നമുക്ക് വേണേൽ ചെയ്യാം. x² + 5x + 6നെ പ്രോഡക്റ്റ് +6 സമ്മ് +5 കിട്ടുന്ന 2 നമ്പറുകൾ ലോകത്തുണ്ട്. x + 3 × x + 2, അത് മുകളിൽ x + 3 × x + 2 ഡിവൈഡഡ് ബൈ താഴത്തതും സം പ്രോഡക്റ്റ് +2 സമ്മ് +3 x + 1 × x + 2. x + 2 x + 2 കട്ടായിപ്പോയി. -2 + 3 ഡിവൈഡഡ് ബൈ -2 + 1 ആൻസർ 1 ഡിവൈഡഡ് ബൈ -1. അപ്പം ഇതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരികയാണെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പം നമ്മൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നാലും ഇതുപോലെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് ഡിഫൈൻഡ് കിട്ടിയ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള പുസ്തകത്തിൽ കുറേ പ്രോബ്ലം കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ലിമിറ്റിൻ്റെ ആദ്യത്തെ മെയിൻ ഇക്വേഷൻ ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a ഇസ് ഈക്വൽ ടു n a⁻n-1. ഇതൊരു മെയിൻ ഇക്വേഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷനാണ്. ഇക്വേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോട്ട് ഡിഫൈൻഡ് കിട്ടി. ഈ നോട്ട് ഡിഫൈൻഡ് കിട്ടി ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത കണക്കുകളൊക്കെ വരും, വലിയ പവറൊക്കെ ഉള്ള കണക്കുകൾ വരുമ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്ന് പവർ കണ്ടോ, ഈ പവർ സെയിം ആയിരിക്കണം, പവർ സെയിം വരണം. രണ്ടാമത്തെ പ്രത്യേകത, സെൻറ്റർ നെഗറ്റീവ് സൈൻ ആയിരിക്കണം, അതൊരു മെയിൻ പ്രത്യേകതയാണ്, നെഗറ്റീവ് സൈൻ. മൂന്നാമത്തെ പ്രത്യേകത, ഡിനോമിനേറ്റർ ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം, ഫസ്റ്റ് ഡിഗ്രി തന്നെ വരണം. അതല്ല കറക്റ്റ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത നോക്കണം, ഏതാണ്ടേ ഇത്
ഇത് ഞാൻ ഈ വരച്ചത് മൂന്നും സെയിം ആയിരിക്കണം. ഈ 4 പ്രത്യേകതയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറയാം. ക്വസ്റ്റ്യൻ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 - 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, എക്സിന്റെ പവർ 10 നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ ഉറപ്പ് നോട്ട് ഡിഫൈൻഡ്. എക്സ് റൈസ് ടു 10 ഫാക്ടറൈസേഷൻ നടക്കത്തില്ല. 10th ഡിഗ്രി ഇക്വേഷനൊക്കെ 10 ഫാക്ടർ വരും. അതൊന്നും നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നോക്കുക, ലിമിറ്റിന്റെ ഇക്വേഷൻ നോക്കി, എക്സിന്റെ പവർ എത്ര? 10. ഈ എക്സിന്റെ പവർ തന്നെ അപ്പുറത്ത് വരണം. 1ന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തും എഴുതാം, ആൻസർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. നിങ്ങളൊന്ന് നോക്കിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. പവർ സെയിം, സെന്റർ നെഗറ്റീവ്. സെന്റർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്നാണ്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ താഴെ കറക്റ്റ് ഫസ്റ്റ് ഡിഗ്രി, മുകളിലുള്ളതിൻ്റെ കറക്റ്റ് ഫസ്റ്റ് ഡിഗ്രി താഴെ വരണം. ലിമിറ്റ് എല്ലാം സെയിം. എൻ എ റൈസ് ടു എൻ മൈനസ് 1, എൻ ഇവിടെ 10, 1 റൈസ് ടു 10 മൈനസ് 1, 10 ഇൻറ്റു 1 റൈസ് ടു 9, ഉത്തരം 10. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ നോട്ട് ഡിഫൈൻഡ് ഉറപ്പ്. അപ്പം നമ്മൾ നോക്കണം, ഈ ലിമിറ്റിലെ നമ്പർ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. 2. അപ്പം ഇതിനെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു 3 മൈനസ് ഈ ലിമിറ്റിലെ നമ്പർ എടുത്ത് ഇവിടെ എഴുതിയിട്ട് പവർ അങ്ങ് എഴുതുക. ഇപ്പം കറക്റ്റായി. അതുകൊണ്ട് ടോപ്പിൽ ഇക്വേഷൻ്റെ കറക്റ്റ് ഫോർമാറ്റിലായി. എൻ എ റൈസ് ടു എൻ 3 എ 2 റൈസ് ടു 3 മൈനസ് 1, ഉത്തരം 3 ഇൻറ്റു 2 റൈസ് ടു 2. സോൾവ് ചെയ്യുക. ഇതാണ് ലിമിറ്റിന്റെ ഈ ഇക്വേഷൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ലിമിറ്റിന്റെ ആദ്യത്തെ ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ കുറേ പ്രോബ്ലം ഉണ്ട്. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ് ടു 4 മൈനസ് 81 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. എക്സ് റൈസ് ടു 4 മൈനസ് എന്നെഴുതി, പവർ ലിമിറ്റ് 3 പവർ 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്നങ്ങ് എഴുതി. നിങ്ങൾ ആ ലിമിറ്റിലെ നമ്പർ എടുത്ത് അങ്ങോട്ടൊന്ന് എഴുതുക, പവറും എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ 4 ഇൻറ്റു 3 റൈസ് ടു 4 മൈനസ് 1, 4 ഇൻറ്റു 3 റൈസ് ടു 3 ആൻസർ ചെയ്യും. അപ്പോൾ ഇതാണ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. അതിനുശേഷം ഒരു ഇൻഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാം, ഒരൊറ്റ ഇൻഡയറക്റ്റ് പ്രോബ്ലം. ലിമിറ്റ് എക്സ് ടെൻസ് 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടി എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ ഉറപ്പ് നോട്ട് ഡിഫൈൻഡ്, പക്ക നോട്ട് ഡിഫൈൻഡ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പുസ്തകത്തിൽ കിടക്കുന്ന മെത്തേഡിലല്ല ചെയ്തത്. ഞാൻ ഈ ക്വസ്റ്റ്യനെ ചെയ്യാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ കണ്ടോണം. ഞാൻ റൂട്ടിനെ ഞാൻ ഹോൾ റൈസ് ടു എന്തെന്നങ്ങ് എഴുതുന്നു, 1/2 എന്ന് എഴുതാം. മൈനസ്, അതെല്ലാവർക്കും അറിയാമല്ലോ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പോൾ 1/2 എന്ന് എഴുതി, 1 എഴുതി. 1ന്റെ മുകളിൽ എന്ത് എഴുതിയാലും ആൻസർ 1 ആണ്. ഡിവൈഡർ ബൈ എക്സ് എന്ന് എഴുതി. ഇത് പക്ഷേ പുസ്തകത്തിലൊക്കെ ചെയ്തിട്ടേക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡില്ല. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നില്ല. ഞാൻ എഴുതി ഇത്രയേ ഉള്ളൂ, റൂട്ടിനെ ഹോൾ റൈസ് ടു 1/2 എന്നും 1നെ 1 റൈസ് ടു 1/2 എന്നും എഴുതി ഡിവൈഡർ ബൈ എക്സ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, പവർ സെയിം ആയി. ഒറ്റ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈഡ്, വേറെ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആക്കുവാൻ പോവുക. അടുത്ത സ്റ്റെപ്പ് നോക്കിയിരുന്നോ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1/2 മൈനസ് 1 റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ നമുക്കുള്ളത് എക്സ്. പക്ഷെ നമുക്കിവിടെ താഴെ വരേണ്ടത് ആ പവർ മായ്ച്ച് കളഞ്ഞ അതേ സാധനം താഴെ വരണം. അപ്പൊ പവർ മായ്ച്ച് കളഞ്ഞ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, മുകളിലത്തെ പവർ മായ്ച്ച് കളഞ്ഞാൽ 1 പ്ലസ് എക്സ് മൈനസ് 1 എന്ന് വരണം. അത് താഴെ വരണം. അപ്പൊ താഴെ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യനിൽ ഞാനൊരു 1 കൂട്ടി 1 കുറച്ച്, ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. ഒരു 1 കൂട്ടി 1 അങ്ങ് കുറച്ച്. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് വേരിയേഷൻ വരുത്തിയാലും അത് ലിമിറ്റിലും വേരിയേഷൻ വരുത്തണം. ലിമിറ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്ന് പറഞ്ഞാൽ ലിമിറ്റിൽ ലെഫ്റ്റിലും 1 കൂട്ടണം, റൈറ്റിലും 1 കൂട്ടണം. നോക്കണേ മക്കളെ, ഇവിടെ 1 കൂട്ടി 1 പ്ലസ് എക്സ്, ഇവിടെ 1 കൂട്ടി 1. ഇപ്പം നോക്കിയേ, പക്ക ഇക്വേഷനായി. പവർ സെയിം, നെഗറ്റീവ് ഫസ്റ്റ് ഡിഗ്രി താഴെ, ലിമിറ്റിലെ നമ്പറുകൾ 3 സെയിം.
എൻ എ റൈസ് ടു എൻ മൈനസ് വൺ, എൻ 1/2, എ 1 റൈസ് ടു 1/2 മൈനസ് 1 ചെയ്യണ്ട. 1ന്റെ മുകളിൽ എന്ത് വന്നാലും ആൻസർ 1 ആണ്. ഉത്തരം 1/2. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ 2 വരിയിൽ ഉത്തരമായി. ഇത്രയേ ഉള്ളൂ. ഇപ്പം ലിമിറ്റിൻ്റെ ഫസ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ പ്രോബ്ലം ഒരുവിധം നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എല്ലാം കഴിയും. ഇനി ഇതുപോലെ ലിമിറ്റിന് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് മക്കളെ. ആ ഇക്വേഷനോട് പഠിക്കണം. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലിമിറ്റിൻ്റെ രണ്ടാമത്തെ പോളിനോമിയൽ ഇക്വേഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എം ബൈ എൻ എ റൈസ് ടു എം മൈനസ് എൻ. ഇതൊരു മെയിനാണ്. മെയിൻ സാധനം വെച്ചാൽ പോളിനോമിയലിൻ്റെ ഇതാണ് ഏറ്റവും മെയിൻ ഇക്വേഷൻ. പക്ഷേ ഇത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ഇക്വേഷനാണേ. കണ്ടീഷൻ നോക്കണേ. ന്യൂമറേറ്ററിൽ പവർ സെയിം, ഡിനോമിനേറ്ററിൽ പവർ സെയിം, പക്ഷെ അത് ഡിഫറൻ്റ് ആയിരിക്കണം. സെൻറ്റർ നെഗറ്റീവ്, പഴയ കാര്യങ്ങളൊക്കെ തന്നെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു ഒരു 4 മൈനസ് 16 ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ പ്രത്യേകിച്ച് എക്സിൻ്റെ സ്ഥാനത്ത് വിലയിട്ടാൽ ഉറപ്പ് നോട്ടിഫൈൻഡ് ആണ്. നിങ്ങളൊന്നും നോക്കണം. നമ്മുടെ ലിമിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലിമിറ്റ് ഇവിടെ 2 ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 4 മൈനസ് ഈ 60യെ നമുക്ക് 2 റൈസ് ടു 4 ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. കഴിഞ്ഞ് ഞാൻ എഴുതി ഇത്രയേ ഉള്ളൂ. 60യെ നാം ലിമിറ്റിലെ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതി പവറും എഴുതി, താഴത്തെ 4ലെ ലിമിറ്റും എഴുതി പവറും എഴുതി. ഇപ്പം കറക്റ്റ് ഇക്വേഷനായി. എം ഇവിടെ 4 ആണ്, എൻ ഇവിടെ 2 ആണ്, എ ഇവിടെ 2 ആണ്, റൈസ് ടു 4 മൈനസ് 2. ഉത്തരം 4/2 ഇൻറ്റു 2 റൈസ് ടു 2. ഇത്രയേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്യുക. 4/2 ഇൻറ്റു 4 തമ്മിൽ ക്യാൻസലായി പോയി. ആൻസർ 8 കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. ഇത് പുസ്തകത്തിലുള്ള ഇക്വേഷൻ അല്ല, നമ്മളതല്ലാതെ പുറത്തുനിന്ന് അല്ലാതെ എഴുതിയ ഒരു ഇക്വേഷനാണ്. ഇനി ലിമിറ്റ് ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ് ടു 3 മൈനസ് 27 ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്കറിയാലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ് ടു 3 മൈനസ് 3 റൈസ് ടു 3 ഡിവൈഡർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. നോക്കിയേ, പവർ സെയിം 3 ബൈ താഴത്തെ പവർ 2 ഇൻറ്റു ലിമിറ്റ് 3 റൈസ് ടു 3 മൈനസ് 2 3/2 ഇൻറ്റു 3 റൈസ് ടു 1 3/2 ഇൻറ്റു 3. ഇത്രയുള്ള സംഭവം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിയുകയാണ്. നമ്മൾക്കിപ്പം ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇസഡ് റൈസ് ടു 1/6 മൈനസ് 1 ഡിവൈഡർ ബൈ ഇസഡ് റൈസ് ടു 1/3 മൈനസ് 1. നേരത്തെ ഞാൻ എന്ത് പറഞ്ഞോ അതേപോലെ തന്നെ ഇസഡ് ആണേ 1 റൈസ് ടു എന്തെന്ന് എഴുതാം 1/6. 1ന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തും എഴുതാം, ഒരു കുഴപ്പമില്ല. 1/6 1/3. ഇപ്പൊ പക്ക ഇക്വേഷനായി. 1/6 ഡിവൈഡർ ബൈ 1/3 1 റൈസ് ടു 1/6 മൈനസ് 1/3 ചെയ്യണ്ട. 1/6 ഇൻറ്റു ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ 1ന്റെ മുകളിൽ എന്ത് വന്നാലും 1 ആണ്. 3/1 ക്യാൻസൽ 1/2. ഇതാണ് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷനെ പ്രോബ്ലംസ് നല്ലതുപോലെ നോക്കുക. 2-3 പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ലിമിറ്റിന്റെ ഇക്വേഷനാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡർ ബൈ എക്സ്. ആൻസർ എപ്പോഴും 1 ആണ്. ആൻസർ എപ്പോഴും എന്താണ്? 1 ആണ്. നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത ആംഗിള്, ലിമിറ്റ്, ഡിനോമിനേറ്റർ, ലിമിറ്റ് ഈ റൗണ്ട് ചെയ്തേക്കുന്ന 3 സെയിം ആയിരിക്കണം. പക്ക സെയിം ആയിരിക്കണം. പിന്നെ ടെൻസ് ടു 0 വരണം. എങ്കിൽ ആൻസർ 1 ആണ്. ഇതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ കുറേ എണ്ണം പഠിപ്പിച്ചു തരാം. ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ എക്സ്. നിങ്ങളിത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ സ്റ്റെപ്പ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രിഗണോമെട്രി ആണ്, സൈൻ ആണ്. എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താൽ ഉറപ്പ് നോട്ടിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആംഗിൾ ഒന്ന് ചെക്ക് ചെയ്യണം. ആംഗിൾ ഇവിടെ 2x ആണ്. ഈ 2xനകത്ത് എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കണം. ഏതാ? 2. അതാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 1 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സൈൻ 3x ബൈ എക്സ്. ഉത്തരം 3. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഓഫ് മൈനസ് എക്സ് ഡിവൈഡർ ബൈ എക്സ്. ഉത്തരം -1. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ 3x ആണെന്നിരിക്കട്ടെ. നിങ്ങളൊന്നും ചെയ്യണ്ട. ആ എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പറുകൾ മൊത്തം നിരത്തി എങ്ങെഴുത്. 5 ബൈ 3 കഴിഞ്ഞു. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 7x ഡിവൈഡർ ബൈ സൈൻ 3x. ഡിവൈഡർ ബൈ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട, സൈൻ ആണ്.
ലിമിറ്റിന് ഇക്വേഷനും ഉണ്ട്. എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് എല്ലാ പാഠങ്ങളെയും മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നില്ല, മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രം, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഇതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളൊന്ന് നോക്കിയേക്കണം. ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടേക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 പിന്നെ 1 മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഈ 3 ക്വസ്റ്റ്യനും ഒന്ന് നോക്കിയേക്കണം. ഇത് ട്രിഗണോമെട്രി റിലേറ്റഡ് സാധനമാണ്. അപ്പം ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞതിനകത്ത് നിങ്ങളിതെല്ലാം നോക്കുക. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് ഡെറിവേറ്റീവിനകത്താണ്. ഡെറിവേറ്റീവ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട സാധനം ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡിൽ പറയുന്നത് സൈൻ എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, കോസ് എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ടാൻ എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ്. കുറേ പറയാം. എക്സ് പ്ലസ് 1/x പഠിക്കണം. പിന്നെ മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു -1 പഠിക്കണം. 1/x² പഠിക്കണം. x³ -27 പഠിക്കണം. ഇതെല്ലാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് പഠിക്കണം. എക്സ് റൈസ് ടു n പഠിക്കണം. √x പഠിക്കണം. ഇത് ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. ഇപ്പം ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് വേണമെങ്കിൽ ഒരു ട്രിഗണോമെട്രി ചെയ്ത് കാണിച്ചു തരാം. ഒരൊറ്റ ട്രിഗണോമെട്രി ചെയ്ത് കാണിച്ചു തരാം. ട്രിഗണോമെട്രി മാത്രം ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം മെയിൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം സൈൻ എക്സ് മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിനൊരു റൂളൊക്കെ ഉണ്ട്. റൂൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ റൂൾ ഞാൻ സൈഡിലൊന്ന് എഴുതി വെക്കാം. 1 നെയിം ദ ഗിവൺ ഫങ്ഷൻ ആസ് എഫ് ഓഫ് എക്സ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് എഫ് ഓഫ് എക്സ് എന്നേ പേര് കൊടുക്കാവൂ. 2 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് സോൾവ് ചെയ്യണം. 3 ഇക്വേഷൻ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് റൂൾ. ഫസ്റ്റ് പ്രിൻസിപ്പളിൻ്റെ റൂൾ കണ്ട് ഇത്രയേ ഉള്ളൂ. റൂൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നെയിം ദ ഗിവൺ ഫംഗ്ഷൻ ആസ് എഫ് ഓഫ് എക്സ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിക്കുക. ലിമിറ്റ് എച്ച് ടെൻസ് 0 എച്ച് ആണ്, എക്സ് എന്ന് എഴുതി വെക്കൽ. എല്ലാവരും എക്സ് എഴുതാറുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാ നോക്കിയിരുന്നു. നമ്മളിത് സൈൻ എക്സ് മാത്രം ചെയ്യും. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ സോൾവ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു പേര് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ബ്രാക്കറ്റിൽ എക്സ്, ഉത്തരത്തിൽ ആംഗിൾ എക്സ്. അപ്പോൾ ഇത് സൈൻ എക്സ് പ്ലസ് എച്ച്. ഇനി തിരിച്ച് കോസ് എക്സ് ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് എച്ച്. അത് ഓക്കെ കാണും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഇക്വേഷൻ എഴുതുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ആ ഇക്വേഷനകത്തോട്ട് വില ഇട്ട് കൊടുക്കുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് 0. അപ്പോൾ നോക്കണേ, കോസ് ആണെങ്കിൽ ഇവിടെ കോസ് വരും, ഇവിടെ കോസ് വരും. ഇക്വേഷൻ എഴുതും സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്. അപ്പം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇവിടെ നമുക്കൊരു ട്രിഗണോമെട്രി കയറി വന്നു മക്കളെ. എക്സ് പ്ലസ് എച്ചിനെ ഞാൻ ക്യാപിറ്റൽ എ എന്നും എക്സിനെ ഞാൻ ക്യാപിറ്റൽ ബി എന്നും എടുത്താൽ നിങ്ങളങ്ങ് എടുക്കുക. അങ്ങനെ എടുത്താൽ ഇത് ഏത് ഇക്വേഷനായി? സൈൻ എ മൈനസ് സൈൻ ബി. ഇക്വേഷൻ നിങ്ങൾക്കറിയാം. 2 കോസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ വരും. ഒരു കാര്യം പറഞ്ഞോട്ടെ, കോസ് വന്നുകൊണ്ടിരിക്കട്ടെ. ഇവിടെ കോസ്, ഇവിടെ കോസ്, ഇവിടെ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ബൈ എച്ച്. അവിടെ അപ്പോൾ കോസ് എ മൈനസ് കോസ് ബി ആവും. അതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. കോസ് എ മൈനസ് കോസ് ബി. അതിൻ്റെ ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതിയിട്ടേക്കാം. അതിനകത്തോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നു ലിമിറ്റ് എച്ച് ടെൻസ് 0 2 കോസ് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്.
നിങ്ങൾ ഈ എച്ച് എഴുതാൻ പല കുട്ടികളും മറന്നു പോകാറുണ്ട് പരീക്ഷാ ഹാളിൽ. അതിനുശേഷം ഈ എക്സ് വി എക്സും വെട്ടിപ്പോയി. ബാക്കി വരുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് 0 ടു കോസ് ഈ എക്സും ഈ എക്സും കൂടെ കൂട്ടി 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഡിവൈഡർ ബൈ എച്ച്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി കാണും. അപ്പം ആദ്യം പേര് കൊടുത്തു, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതി, എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതി, ലിമിറ്റിൻ്റെ ഇക്വേഷനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ വന്നു, അത് കൊടുത്തു, ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ നടത്തി. കോസ് ഇതുപോലെ ചെയ്ത് നോക്കണേ. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റിക്കാൻ അടുത്ത സ്റ്റെപ്പ് ഒരു മെയിൻ സ്റ്റെപ്പാണ്. ഇതിനകത്ത് ഒരു മെയിൻ സ്റ്റെപ്പ് അടുത്തതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് 0 ടു കോസ് ബ്രാക്കറ്റ് സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കണം. ഈ സാധനത്തെ സെപ്പറേറ്റ് ആക്കണം. 2 കോസ് ബ്രാക്കറ്റ് ഇട്ടു, സെപ്പറേറ്റ്. ഇത് ഹോൾ ഡിവൈഡർ ബൈ 2 ആണ്. സെപ്പറേറ്റ് ആക്കുമ്പോൾ 2x/2 പ്ലസ് h/2 ഇൻറ്റു സൈൻ h/2 ഡിവൈഡർ ബൈ എച്ച്. അതിനുശേഷം ഈ 2ഉം കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഹോൾ ഡിവൈഡർ ബൈ എഴുതിയില്ലായിരുന്നു, അതൊക്കെ ഹോൾ ഡിവൈഡർ ബൈ ആണ്. അതിനുശേഷം ഇനി നമ്മൾ നോക്കണം. ലിമിറ്റ് എച്ച് ടെൻസ് 0 ടു കോസ് ബാക്കി എക്സ് പ്ലസ് h/2 ഇൻറ്റു സൈൻ h/2 ഡിവൈഡർ ബൈ എച്ച്. ഇതുവരെ എഴുതിയതിനകത്ത് സംശയമൊന്നുമില്ല. ഒന്നുകൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെയിൻ ആണ്, എല്ലാ വർഷവും പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇനി നമ്മുടെ കയ്യിൽ നോക്കണം. നമ്മുടെ കയ്യിൽ ഒരൊറ്റ എച്ചേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ 2 എണ്ണം ഉണ്ട്. ഈ എച്ച് നമ്മളെപ്പോഴും സൈനിൻ്റെ കൂടെ കൊടുക്കാവൂ. കാരണം സൈനിനാണ് ഇക്വേഷൻ ഉള്ളത്. ഇക്വേഷൻ സൈനിന് ഉള്ളൂ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ h/2 ഡിവൈഡർ ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് 0 ടു കോസ് എക്സ് പ്ലസ് h/2 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ രണ്ട് ലിമിറ്റ് ആക്കി മാറ്റി. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം, 1/2 ഇൻറ്റു. ഇതിൻ്റെ ആൻസർ 1/2 ആണ്. ഇൻറ്റു ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയ 2 ഇനി വെളിയിലിട്ട് ബാക്കി ലിമിറ്റ് എച്ച് ടെൻസ് 0 കോസ് എക്സ് പ്ലസ് h/2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ 2 വെട്ടി എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. കോസ് എക്സ് പ്ലസ് 0 ദാറ്റ് ഈസ് ഉത്തരം കോസ് എക്സ്. നമ്മളിതിപ്പം റിവിഷന് വേണ്ടി ഇത് മെയിൻ ക്വസ്റ്റിന് വേണ്ടി ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇനി ഈ പാഠം നമ്മൾ മെയിനായിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. ഇതിന് 2 മണിക്കൂറിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, അത് സ്പീഡ് കാണും. അപ്പോൾ അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അങ്ങ് കഴിഞ്ഞു. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് നോക്കണം. മെയിൻ ക്വസ്റ്റ്യനാണ്, മെയിൻ ക്വസ്റ്റ്യനുമാണ്. ഇനി നമ്മൾ നേരെ ഡെറിവേറ്റീവിലോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റിൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതാണ്ട് ഇതാരും നോക്കാതെ പോകുന്ന ഒരു സാധനമാണ്. സപ്ലിമെൻ്ററി പോർഷനാണിത്. e⁻x - 1 ഡിവൈഡഡ് ബൈ x = 1. പ്രത്യേകത കേട്ടോണം. പവർ, ഡിനോമിനേറ്റർ, ലിമിറ്റ് ഇത് 3 സെയിം ആയിരിക്കണം. -1 വരണം എങ്കിൽ ആൻസർ 1 ആണ്. e⁻x കഴിഞ്ഞ് മൈനസ്. അതിൻ്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു തരാം. e⁻3x - 1 ഡിവൈഡഡ് ബൈ x. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പവർ നോക്കണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഇത്. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇതിനകത്ത് ഈ പവറിനകത്ത് എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ് ഉത്തരം 3. ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻5x - 1 ഡിവൈഡഡ് ബൈ x ഉത്തരം 5. ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻3x - 1 ഡിവൈഡഡ് ബൈ x ഉത്തരം -3. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻2 + x - e² ഡിവൈഡഡ് ബൈ x. ഇതുകൊണ്ട് നോക്കിയേക്കാം. അപ്പം നമുക്കറിയാം e⁻ൻ്റെ പവർ 2 + x ആണ്. അതുമല്ല മൈനസ് കഴിഞ്ഞ് 1 വരാവും. ഇവിടെ കിടക്കുന്നത് e² ആണ്. അപ്പം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് കണ്ടോണം. 2 മെത്തേഡ് ഉണ്ട്. ഈ a⁻m+n എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് e⁻2 × e⁻x എന്ന് എഴുതാം. e² ഡിവൈഡഡ് ബൈ x. ഇപ്പം മുകളിൽ നിന്നും e² കോമൺ എടുക്കാം. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻x - 1 ഡിവൈഡഡ് ബൈ x. മക്കളെ e² ആണ് രണ്ടിടത്തുനിന്നും എടുത്തത്. ഉത്തരം എന്തുവാ? 1. e² × 1 ഉത്തരം e². അതും കഴിഞ്ഞു. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻x - sin x - 1 ഡിവൈഡഡ് ബൈ x എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ e⁻x ഇക്വേഷൻ ഉണ്ട്, sin x ഇക്വേഷൻ ഉണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കണം. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് 0 e⁻x കഴിഞ്ഞ് എന്തേ വരാവും? -1 - sin x ഡിവൈഡഡ് ബൈ x. ഇതിനെ നമ്മൾ 2 ലിമിറ്റ് ആക്കുന്നു.
ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം 1 മൈനസ് ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം 1, ഉത്തരം 0. ഇതേപോലെ തന്നെ ഒരു ലിമിറ്റ് കൂടെ ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് 0 ലോഗ് 1 പ്ലസ് 2x 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ആൻസർ 1 ആണ്. ഇതാണ്ടേ ഇത് സെയിം ആയിരിക്കണം. അപ്പം ഇതാണ് സംഭവം. ആ റൗണ്ട് ചെയ്തേക്കുന്ന സാധനങ്ങൾ സെയിം ആയിരിക്കണം. അതിനകത്ത് ഈ എക്സിന്റെ കൂടുള്ള നമ്പർ ഉത്തരം. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലോഗ് 1 പ്ലസ് 3x ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. 1 മാർക്ക് ക്വസ്റ്റിനാ, ഒന്നും നോക്കണ്ട. എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ അങ്ങ് എഴുതി വെക്കുക. 3. അപ്പൊ എക്സ്പോണൻഷ്യൽ വന്നാൽ പവറിനകത്ത് എക്സിന്റെ മുന്നിലുള്ള നമ്പർ. ഓർമ്മ വേണേ, പവറിനകത്ത് എക്സിന്റെ മുന്നിലുള്ള നമ്പർ. പിന്നെ ട്രിഗണോമെട്രി വന്നാൽ ആംഗിളിനകത്ത് എക്സിന്റെ മുന്നിലുള്ള നമ്പർ. ലോഗ് വരുമ്പോൾ 1 പ്ലസ് കഴിഞ്ഞ് കിടക്കുന്ന എക്സിന്റെ മുന്നിലുള്ള നമ്പർ. ഇത് ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിനകത്ത് പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും. ഇതാണ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് തരാം. ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻസ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് റൈസ് ടു 99 ഡിവൈഡഡ് ബൈ 99 എക്സ് റൈസ് ടു 98 ഡിവൈഡഡ് ബൈ 98 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് 1. പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. മെയിൻ ക്വസ്റ്റ്യനാണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് എഫ് ഡാഷ് ഓഫ് 1 ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ളതുമായിരിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിനെ പറ്റിയല്ല, പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിരിക്കുകയാണ്. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഒരു എക്സ് റൈസ് ടു 100. എന്നിട്ട് അവർ ചോദിക്കുന്നതായിരിക്കും എഫ് ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്നിട്ട് കോമ എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ ക്വസ്റ്റ്യൻ. അടുത്തത് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇത് ഇത്രയും പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ഒന്ന് നോക്കുക നിങ്ങൾ. പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ കിടക്കുന്ന 3 എണ്ണം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ട്രിഗണോമെട്രിയിലോട്ടാണ് പോകുന്നത്. ലിമിറ്റിന്റെ ട്രിഗണോമെട്രി. അപ്പോൾ അതിനകത്ത് ഡെറിവേറ്റീവിന്റെ ട്രിഗണോമെട്രി. y ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് നോക്കണം. സൈൻ സ്ക്വയർ എക്സ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാം. സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ എപ്പോഴും സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതും. ഇപ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇനി y ഇസ് ഈക്വൽ ടു സൈൻ 2x ആണെങ്കിൽ ഡെറിവേറ്റീവ് ഡയറക്റ്റ് ഇല്ല. അപ്പോൾ ഈ സൈൻ 2xന് ട്രിഗണോമെട്രിയുടെ ഇക്വേഷനാ 2 സൈൻ എക്സ് കോസ് എക്സ്. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും. ഏത് റൂള്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 2 ഇനി മാറ്റി വെച്ചിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ കൊടുത്ത് പഠിച്ചോണേ, ക്വസ്റ്റ്യൻസ് പഠിച്ചോണേ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതാണ്. അടുത്തത് y ഇസ് ഈക്വൽ ടു. അപ്പോൾ പ്രോഡക്റ്റ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. പ്രോഡക്റ്റ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ എഴുതിയിട്ടേക്കുന്നത്. പിന്നെ എക്സ് റൈസ് ടു -5 ഇൻറ്റു 3 - 4x പ്ലസ് 5x സ്ക്വയർ ഒക്കെ ആണെങ്കിൽ ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ട. ഇതങ്ങ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അതിനുശേഷം കോഷ്യന്റ് റൂളിന്റെ കണക്ക്. ഇതാണ്ട് y ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഈ ക്വസ്റ്റ്യൻ നോക്കണം, മെയിൻ ആണ്. ഇനി y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നോക്കണം, മെയിൻ ആണ്. y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ കോസ് എക്സ്. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. നോക്കണം. y is equal to x square plus cos x divided by tan x. നോക്കണം. അടുത്തത് y is equal to x plus 1 by x divided by x minus 1 by x. നോക്കണം. y is equal to, ഇതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് y is equal to x square tan x divided by 1 plus x. ഇത്രയും ക്വസ്റ്റ്യൻ കോഷ്യന്റ് റൂളിൽ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും വന്നിരിക്കും. കോഷ്യന്റ് റൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ പഠിച്ചത് ലിമിറ്റിന്റെ കണക്കുകൾ പഠിച്ച്, ലിമിറ്റിന്റെ
പോളിനോമിയലിൻ്റെ 2 ഇക്വേഷൻ പഠിച്ച്, ട്രിഗണോമെട്രിയുടെ ഒന്ന് പഠിച്ച്, ലോഗിൻ്റെ ഒന്ന് പഠിച്ച്, എക്സ്പോണൻഷ്യലിൻ്റെ പഠിച്ചു, പ്രോഡക്റ്റ് റൂളിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കണം, കോഷ്യന്റ് റൂളിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കണം, ആ പോളിനോമിയൽ മാത്രമായിട്ടുള്ള പ്രൂഫുകൾ പഠിപ്പിച്ചു. അതിനുശേഷം ഫംഗ്ഷന്റെ കണക്ക്. ഇതാരും നോക്കാത്ത ഒരു സാധനമാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദാണ്ടിത് എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് എക്സ് റൈസ് ടു 10 മൈനസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇത് ഫംഗ്ഷൻ ഇപ്പോൾ ഫൈൻഡ് ഇങ്ങനെ ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. അതേപോലെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും അടുത്തത് 3x പ്ലസ് 2 എക്സ് ഗ്രേറ്റർ ദാൻ 0. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഈ ക്വസ്റ്റ്യൻ നോക്കണം. ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതൊക്കെ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എ പ്ലസ് ബി എക്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ ഒരു 4 എക്സ് ഇസ് ഈക്വൽ ടു 1. ബി മൈനസ് എ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഫൈൻഡ് എ ആൻഡ് ബി. ഈ 3 ക്വസ്റ്റ്യനും ഒന്ന് നോക്കിയേക്കണം. കാരണം ഇതാരും അങ്ങനെ നോക്കാത്ത ഒരു സാധനം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊന്ന് നോക്കിയേക്കണം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതറിയാലോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വരുന്ന പ്രോബ്ലമാണ്. ഇത് ഇത്രയാണ് ലിമിറ്റിലെ മെയിൻ സാധനങ്ങൾ. അപ്പം കോഷ്യൻ റൂളിൻ്റെ കണക്കോ പ്രോഡക്റ്റ് റൂളിൻ്റെ കണക്കോ ഒന്ന് മസ്റ്റ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഷുവർ സാധനമാണ്. പിന്നെ സൈനും കോസും താനും നല്ലോണം പഠിക്കുക. പിന്നെ ഇപ്പം നമ്മൾ പഠിപ്പിച്ച ഫംഗ്ഷൻ്റെ 1-2 പ്രോബ്ലം ഒന്ന് പഠിക്കുക. പിന്നിനി ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ കൊച്ചു ഡെറിവേറ്റീവുകളൊക്കെ ഒന്ന് പഠിക്കും. കൊച്ചു ഡെറിവേറ്റീവുകൾ എല്ലാത്തിനും ഡെറിവേറ്റീവ് ഒന്ന് കാണാൻ പഠിക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് 1/2 റൂട്ട് എക്സ്. പിന്നെ 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ത് -1/x². ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നേരെ ട്രിഗണോമെട്രിയിലോട്ടാണ് വരുന്നത്. ട്രിഗണോമെട്രിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം റേഡിയൻ ടു ഡിഗ്രിയോ ഡിഗ്രി ടു റേഡിയനോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പം ചിലപ്പോൾ അവർ ചോദിക്കുന്നതായിരിക്കും ഒരു 765 ഡിഗ്രി ടു റേഡിയൻ മെഷർ, റേഡിയനിലോട്ട് മാറ്റാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് ചോദിക്കും. 1410 ഡിഗ്രി ടു റേഡിയൻ മെഷർ. തിരിച്ച് 7π/6 ടു ഡിഗ്രി മെഷർ. ഇതിനെ ഡിഗ്രി മെഷറിലോട്ട് മാറ്റാനോ അല്ലെങ്കിൽ 11π/3 ടു ഡിഗ്രി മെഷറിലോട്ട് മാറ്റാനോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് എപ്പോഴും ട്രിഗണോമെട്രിക്കകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാണ്. സൈൻ 15ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, കോസ് 15ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ടാൻ 15ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സൈൻ 15 കണ്ടുപിടിക്കാൻ അറിയാലോ. സൈൻ 45 - 30 ഡിഗ്രി, കോസ് 45 - 30 ഡിഗ്രി, ടാൻ 45 - 30 ഡിഗ്രി. ഇപ്പോൾ ഇത് സൈൻ a - b ആയി, ഇത് കോസ് a - b ആയി, ഇത് ടാൻ a - b ആയി. ഇക്വേഷൻ ഇത് ചെയ്യുക. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതുപോലെ ഇക്വേഷൻ ഇട്ടുകൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ടാൻ 15 ഡിഗ്രി പ്ലസ് കോട്ട് 15 ഡിഗ്രി ഒന്ന് നോക്കിയേക്കുക. ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, നോക്കിയേക്കുക. ടാൻ 13π/12 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കണം കേട്ടോ. ടാൻ 13π/12 ഇത് ഇത്രയും ട്രിഗണോമെട്രിക്കകത്തുനിന്ന് നോക്കണം. പിന്നെ ട്രിഗണോമെട്രിക്കകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടാൻ π/4 + x ഡിവൈഡർ ബൈ ടാൻ π/4 - x ഇസ് ഈക്വൽ ടു 1 + ടാൻ x ഡിവൈഡർ ബൈ 1 - ടാൻ x ദ ഹോൾ സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ നോക്കണം. ഇത് ട്രിഗണോമെട്രിയുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം ട്രിഗണോമെട്രിയിൽ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ sin x is equal to 3/5. x lies in the second quadrant. അറിയാലോ. ഫൈൻഡ് ദ അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻ. എല്ലാം ഒന്നും ചോദിക്കത്തില്ല, ചിലപ്പോൾ കോസ് ടാനോ ഒക്കെ വരയ്ക്കാം, ട്രയാങ്കിൾ വരച്ച് ചെയ്യാനാണ്. പിന്നെ ഉള്ളത് sin 3x പ്ലസ് sin x ഡിവൈഡർ ബൈ കോസ് 3x പ്ലസ് കോസ് x. ഈ മോഡൽ ക്വസ്റ്റ്യൻ. അതേപോലെ sin 9x പ്ലസ് sin 7x ഡിവൈഡർ ബൈ ഒരു കോസ് 9x പ്ലസ് കോസ് 7x. ഈ മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊക്കെ മെയിനാണ്. ഇതിനകത്ത് എപ്പോഴും സൈൻ എ പ്ലസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, സൈൻ എ മൈനസ് സൈൻ ബി,
കോസ് എ മൈനസ് കോസ് ബി ഇതിനകത്ത് നിന്ന് എപ്പോഴും പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സെക്ഷനിൽ നിന്ന് എപ്പോഴും പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ട്രിഗണോമെട്രിക്കകത്ത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഇക്വേഷൻ്റെ സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി. പിന്നെ ദാണ്ട ഈ ഒരു പ്രൂഫ് ദാറ്റ് ഇതെല്ലാവരും കാണാതെ പഠിച്ച് വെച്ചേക്കുന്നതായിരിക്കും. ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ്. ഇതെല്ലാവരും കാണാതെ പഠിച്ച് വെച്ചേക്കുന്ന പ്രൂഫാണ്. അപ്പോൾ ഈ പ്രൂഫ് പഠിച്ചുകൊണ്ട് പോകണം. മെയിൻ ഒരു പ്രൂഫ് കൂടാണിത്. ഇതൊരു മെയിൻ പ്രൂഫ് കൂടാണ്. പിന്നെ ടാൻ 15 വൃത്തിയായിട്ട് പഠിക്കുക. ടാൻ 15 മെയിൻ ആണ്. ടാൻ 15 മെയിൻ പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ട്രിഗണോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സൈൻ 5x മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഇസ് ഈക്വൽ ടു ടാൻ 4x എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കണക്ക് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ കോസ് 5/4 പ്ലസ് എക്സ് പ്ലസ് കോസ് 5/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു √2 കോസ് എക്സ്. ഈ 2-3 പ്രോബ്ലം നല്ലതുപോലെ നോക്കിക്കോണം. പിന്നെ കോസ് എക്സ് പ്ലസ് കോസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് 5/2 എന്ന് പറയുന്ന പ്രോബ്ലവും പഠിക്കുക. ഇതൊക്കെ ഒരുപാട് വട്ടം പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇച്ചിരി കട്ടി ട്രിഗണോമെട്രി ഇച്ചിരി കട്ടി ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ദാണ്ട് ഇതൊന്ന് നോക്കിയേക്കണം. കോസ് 3x പ്ലസ് കോസ് 7x മൈനസ് കോസ് 2x ബൈ സൈൻ 7x മൈനസ് സൈൻ 3x മൈനസ് സൈൻ 2x ഇസ് ഈക്വൽ ടു കോട്ട് 2x എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതും ഒന്ന് നോക്കിയേക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ആംഗിളിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതും ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഇസ് ഈക്വൽ ടു കോട്ട് 3x എന്നുള്ള പ്രൂഫ് നോക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ട്രിഗണോമെട്രിക്കകത്ത് നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, ടാൻ എ പ്ലസ് ബിയുടെ പ്രോബ്ലം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ മൈനസ് കോസ് ബിയുടെ പ്രോബ്ലം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ഒരു മാറ്റവും വരുത്തില്ല. അപ്പം ഇത്രയാണ് ട്രിഗണോമെട്രിക്കകത്ത് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഈ പാഠങ്ങളെ പറ്റി നമ്മൾ തുടർന്ന് അടുത്ത വീഡിയോ ഈ പാഠങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള ഈ 2 പാഠത്തിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോയേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മൊത്തവും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.